ആരോപണങ്ങളെ കോടതി ഉത്തരവുകൾ മുൻനിർത്തി തള്ളുകയാണ് സി കൃഷ്ണകുമാർ. താനും ബന്ധുവുമായി സ്വത്ത് തർക്കമുണ്ടായി. ഇതിനെ തുടർന്ന് ഒരു സിവിൽ കേസ് കോടതിയിലും താൻ ആക്രമിച്ചു എന്ന് കാണിച്ച് ക്രിമിനൽ കേസ് നോർത്ത് പോലീസ് സ്റ്റേഷനിലും നൽകി. സിവിൽ കേസ് കോടതിയിൽ കൊടുത്തു. എനിക്കെതിരായിട്ടുള്ള ഈ കേസ് ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതിയായി കൊടുത്തു 2014. കോടതിയിൽ ഈ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലാണല്ലോ കോടതിയിൽ കേസ് എത്തുന്നത്. 2023 ഓഗസ്റ്റിലും 2024 ജൂലൈയിലുമായിട്ട് 2 കേസും തള്ളിപ്പോയി കഴിഞ്ഞു. കോടതി തള്ളിക്കളഞ്ഞ ഒരു കേസിനെ സംബന്ധിച്ച് എന്ത് വിവാദം? മർദ്ദിച്ചു എന്ന പരാതിയോടൊപ്പം തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചെന്നും യുവതി പോലീസിൽ നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന പരാതിയിൽ പോലീസ് കേസ് എടുത്തിട്ടില്ല. മർദ്ദിച്ചതടക്കമുള്ള വകുപ്പുകളാണ് അന്ന് ചുമത്തിയത്. 1984 തൊട്ട് ഈ പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്ത ആളാണ്. എന്നെ ഒരു ദിവസം പോലീസ് സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല. എൻ്റെ മടിയിൽ കനവില്ല. ഏത് തരത്തിലുള്ള അന്വേഷണം വന്നോട്ടെ, എനിക്ക് യാതൊരു വിധത്തിലുള്ള ഭയവുമില്ല. 2024 ക്രിമിനൽ കേസിൽ കോടതി തന്നെ വെറുതെ വിട്ടതായി ഉത്തരവ് ചൂണ്ടിക്കാട്ടി കൃഷ്ണകുമാർ വ്യക്തമാക്കി. വി ഡി സതീശന്റെ നനഞ്ഞ പടക്കമാണ് ഇപ്പോൾ പൊട്ടിയത്. BJP-യിൽ നിന്ന് പോയ ഒരു അസുരവിത്താണ് പരാതിക്ക് പിന്നിലെന്നും കൃഷ്ണകുമാറിന്റെ ആരോപണം. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.